മുട്ട. അപ്പം നമ്മൾ മുട്ട വെച്ച് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പോണ്. അപ്പം അതിനായിട്ട് 2 മുട്ട എടുത്തു. നമ്മൾ 2 പേരാണ്. അപ്പം നമ്മൾ 2 പേരായതുകൊണ്ട് 2 മുട്ട എടുത്തു. അപ്പം നേരെ വീടിലേക്ക്. അയ്യോ തുണയില്ല ഒന്നുകൂടെ. എന്തുവാ 3 2 1 ഉണക്കി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ മുട്ട പൊട്ടിക്കുന്നതിൻ്റെ തയ്യാറെടുപ്പ് അതിൻ്റെ ഇതാണ്. അപ്പം നമുക്ക് മുട്ട പൊട്ടിക്കാം. ഈ സാധനം വെച്ച് ഞങ്ങളുടെ ഗ്യാസ് ഇടാം. ഓക്കെ. അയ്യോ തെറിച്ചിരിക്കും. മുട്ട ഇങ്ങനെ പൊട്ടണം. പൊട്ടിയത് ശരിയായില്ല. എന്തോ കാണിക്ക് വേണ്ടി നിനക്ക് മുട്ട പൊട്ടിക്കാൻ അറിയാവോ? അത് വെള്ള സാധനം ഉണ്ടോ അല്ലെങ്കിൽ പനിയില്ല? പിടി. അപ്പം ഇതിനകത്ത് തോല് പോയി. എനിക്ക് മുട്ട പൊട്ടിക്കാൻ ശരിക്കും നല്ല പോലെ അറിയത്തില്ല, പക്ഷെ അറിയാം. ലാസ്റ്റ് എടുക്കാൻ വേണ്ടിയത്. അപ്പം ഇത് നമ്മൾ കറക്റ്റായിട്ട് പൊട്ടുന്നതാണ് വിശ്വാസം. കണ്ടോ പൊട്ടിച്ച് ഗായ്സ്. ഓംപ്ലേറ്റ് ആക്കാന്നില്ലേ നീ? നേരെ പിടി. ഇത് കാണിക്ക. എവിടെ കാണിക്കുന്നേ? ഇതില്ലല്ലോ ഇത്ര നേരം കാണിച്ചോണ്ടിരുന്നേ. നീ ഇപ്പൊ അങ്ങോട്ടാ കാണിച്ചിട്ടുണ്ട്. ഇന്നറിയാവൂ. നമ്മൾ മിക്സ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ അപ്പം നമ്മൾ ഇതിന് വേണ്ടി ഒരു സ്പൂൺ എടുക്കാം. സ്പൂൺ ഇട്ടു. ഇച്ചിരി അളക്കാൻ ഇച്ചിരി പാടുണ്ട്. നമ്മൾ ഇളക്കിയിരിക്കും. എൻ്റെ അളപ്പായിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് ഇളക്കായിരുന്നു. ബീറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഇപ്പോൾ ഗൈസ് നമ്മൾ മുട്ട ബീറ്റ് ചെയ്തു. അപ്പം ഇനി അല്പ കാര്യങ്ങൾ നമുക്ക് ഇടണം. കണ്ടോ ഇപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത്ര ലെവലിലാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഗൈസ് മുളക് മഞ്ഞപ്പൊടി കാണുന്നില്ലല്ലോ. കുരുമുളക്. കുരുമുളകാണ്. കുരുമുളകിൻ്റെ ഒരു കാര്യമേ മഞ്ഞപ്പൊടി കാണുന്നില്ല. നമ്മളിവിടെ തപ്പിയെടുക്കണം. ഇത് എന്താണത്? ഇതെന്താണെന്നറിയത്. മഞ്ഞപ്പൊടിയൊന്നും ഇല്ലേ. ജീരകം. അപ്പം മഞ്ഞപ്പൊടി, മുളക് പൊടി. ഞാൻ അങ്ങനെ ചെറിയ ഐറ്റംസാണ് ഇടുന്നത്. മുളകൊക്കെ കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ ഇടാം. ക്രഞ്ചി ആയിട്ടിരുന്നു. പിന്നെ ഇത്ര എൻ്റെ കുരുമുളക് കാണുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്തേനെ. തോന്നുന്നു. വെയിറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഞാനാണെങ്കിൽ ഉള്ളി അരിഞ്ഞു തരാം. ചെറുത് മതി. ഞാൻ ഉള്ളി അരിയാം. എനിക്ക് ഉള്ളി അരിയാൻ അറിയത്തില്ല. ഞാൻ അരിഞ്ഞോളാം. എന്നാ പിടിച്ചോ. നീ എനിക്ക് പൊളിച്ചു തന്നാൽ മതി. അപ്പം അതിന് വേണ്ടി എന്തെങ്കിലും വേണോ? നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഉള്ളി അരിയുവാണ്. ഇപ്പം സൈഡിൽ വാ. ഇങ്ങനെ അരിയുന്നതാണ് എൻ്റെ ഒരു ഘടന. ഞാൻ ഇങ്ങനെയാണ് ഉള്ളി. അയ്യോ ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞേനെ. ഇങ്ങനെയൊക്കെ ഉള്ളി അരിഞ്ഞാൽ മതി. നമുക്കൊക്കെ ഇങ്ങനെ മതി കേട്ടോ. ഈ ഉള്ളിയൊക്കെ മിട്ട് തിന്നുന്നതായിരിക്കും അല്ലേ? ഇപ്പം കിടിലൻ സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്ര ഉള്ളി മതിയാകുമോ?
മതി. ഇനി ഉള്ളി ആരും തിന്നുന്നില്ലല്ലോ. ഒഴിയൊന്നുമില്ല, അത് മീൻ കറി. ഇനിയും വേണം. ആണ് നിറഞ്ഞു നിന്നിറന്നാ പറഞ്ഞു ഒഴിയൊന്നല്ലേ. നിറഞ്ഞെന്നാ നീ പറഞ്ഞു, നീറുന്നല്ലേ. ഇഞ്ചോ കാണാൻ പറ്റും. അപ്പം ഇനി അടുത്തത് ഇനി ബാക്കിയെല്ലാം വിട്ടുവാണ് ചെയ്യുന്നത്. ബാക്കി ഞാനെന്ത് ചെയ്യാനാ? ഇടുന്നതൊക്കെ. കണ്ണ് നിറഞ്ഞു എന്നെ കണ്ടിട്ട് ഹായ്. അവിടെ ഓക്കെ. ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അറിയാന്നില്ലേ കാണിക്കില്ല. ഉള്ളി ഇടുവാണ്, അതിൻ്റെ ചടങ്ങിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഭയങ്കര ചടങ്ങല്ലേ. അത് വലിയ സാധനം ഇങ്ങനെ ഇങ്ങനെ ആക്കിയേ, ഇങ്ങനെ ഓക്കെ. അല്ല ഇങ്ങനെ ഓരിയിട്ട് നോക്കിയതാണ്. ഇല്ല അപ്പോൾ ഉപ്പിട്ടില്ല. ഉപ്പിടാം ഗൈസ്. ശകലം ഇടണം. അങ്ങനല്ല ഉപ്പിടുന്നത്, ഉപ്പിനൊക്കെ തോനെ ഇടണം. അപ്പം നമ്മൾ ഇങ്ങനെ വിതറി വിതറി എടുത്ത് ഉപ്പ് കൂടിപ്പോയാൽ നമ്മൾ ക്ഷമിക്കണം. ഇങ്ങനെ ഇങ്ങനെ അളക്ക. അങ്ങനല്ല പയ്യ, ഇങ്ങനെ അളക്കാനാ പറഞ്ഞത്. അറിയത്തില്ല. ഓക്കെ സെറ്റ്. ഇനി നമുക്കിടണം പാനിൽ നെയ്യ്. അതിൽ എന്ത് പാടി